CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജനെ തെരഞ്ഞെടുത്തു. തളിപ്പറമ്പിൽ നടന്ന ജില്ലാ സമ്മേളനം ഏകകണ്ഠമായാണ് ജയരാജനെ തെരഞ്ഞെടുത്തത്. 50 അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. മനോജ് ചേരുന്നുണ്ട്. മനോജ്, വീണ്ടും MV ജയരാജനെ CPM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, കണ്ണൂരിൽ CPM-നെ നയിക്കാൻ വീണ്ടും MV ജയരാജൻ എത്തുകയാണ്. തളിപ്പറമ്പിൽ അല്പം മുമ്പ് സമാപിച്ച ജില്ലാ സമ്മേളനം MV ജയരാജനെ വീണ്ടും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഏകകണ്ഠമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 50 അംഗ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 11 പുതുമുഖങ്ങൾ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ട്. അതിൽ നേരത്തെ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി ആയിരുന്ന V കുഞ്ഞികൃഷ്ണൻ, MV നികേഷ് കുമാർ, ഇവർ രണ്ടുപേരും നേരത്തെ പ്രത്യേക ക്ഷണിതാവായി ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അവരെയും ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി V കുഞ്ഞികൃഷ്ണൻ, MV നികേഷ് കുമാർ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ, P ഗോവിന്ദൻ, KPV പ്രീത, N അനിൽകുമാർ, CM കൃഷ്ണൻ, DYFയുടെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, ജില്ലാ സെക്രട്ടറി സരിൻ ശശി, K ജനാർദ്ദനൻ, തലശ്ശേരി ഏരിയ സെക്രട്ടറി CK രമേശൻ എന്നിവരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ എത്തിയ ആളുകൾ. 11 പേരാണ് പുതുതായി ജില്ലാ കമ്മിറ്റിയിൽ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ ജെയിംസ് മാത്യു, മുൻ MLA ജെയിംസ് മാത്യു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു, CPM ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ജെയിംസ് മാത്യു ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജെയിംസ് മാത്യു മാറുകയാണ്. PP ദിവ്യയുടെ ഒഴിവ്, അങ്ങനെ 75 വയസ്സ് എന്ന പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് മറ്റ് 8 പേർ ഒഴിവായി. അങ്ങനെയാണ് ഈ പുതുതായി 11 പേരെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും മാറി നിന്നത് ജെയിംസ് മാത്യു ആണ്. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഈ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നത്. പക്ഷേ CPM-ന്റെ കണ്ണൂരിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി തന്നെ ജെയിംസ് മാത്യു ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. തുടർന്നും പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ പിണക്കമോ മറ്റോ ഉണ്ടായിട്ടല്ല ജെയിംസ് മാത്യു മാറി നിൽക്കുന്നതെന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പ്രവർത്തന രംഗത്ത് തുടർന്നും സജീവമായി തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. സ്വയം ഒഴിവാകുന്നു എന്ന് നേരത്തെ തന്നെ പാർട്ടിയെ അറിയിക്കുകയും ചെയ്തതാണ്. എന്തായാലും ജില്ലാ കമ്മിറ്റിയിൽ ജെയിംസ് മാത്യു ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ മറ്റ് ലിസ്റ്റ് ലഭ്യമാണ്. MV ജയരാജൻ, M പ്രകാശൻ മാസ്റ്റർ, M സുരേന്ദ്രൻ, കാരായി രാജൻ, TK ഗോവിന്ദൻ മാസ്റ്റർ, PV ഗോപിനാഥ്, P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, N സുകന്യ, C സത്യബാലൻ, KV സുമേഷ്, TI മധുസൂദനൻ, P സന്തോഷ്, M കരുണാകരൻ, PK ശ്യാമള ടീച്ചർ, K സന്തോഷ്, M വിജിൻ, M ഷാജർ, PK ശബരീഷ് കുമാർ, K മനോഹരൻ, MC പവിത്രൻ, K ധനഞ്ജയൻ, VK സനോജ്, MV സരള, NV ചന്ദ്രബാബു, അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, CV ശശീന്ദ്രൻ, K പത്മനാഭൻ, അഡ്വക്കേറ്റ് M രാജൻ, KE കുഞ്ഞബ്ദുള്ള, K ശശീന്ദ്രൻ, KC ഹരികൃഷ്ണൻ മാസ്റ്റർ, MK മുരളി, K ബാബുരാജ്, P ശശീന്ദ്രൻ, T ഷബ്ന, KP സുധാകരൻ, KV സക്കീർ ഹുസൈൻ, സാജൻ K ജോസഫ് എന്നിവരാണ് മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. ഏതാണ്ട് ജില്ലാ സെക്രട്ടറിയെയും ജില്ലാ കമ്മിറ്റിയെയും ഏകകണ്ഠമായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തളിപ്പറമ്പ് സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഇല്ലാതെയാണ് ഈ കമ്മിറ്റികളെയെല്ലാം തിരഞ്ഞെടുത്തത്. സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ഏകകണ്ഠേന തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ ജില്ലാ സമ്മേളനം സമാപിക്കുകയാണ്. വൈകിട്ട് 1 ലക്ഷത്തിലധികം പേർ അണിനിരക്കുന്ന റാലിയോടെയാണ് ഈ സമ്മേളനം സമാപിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്യുന്നത്. അർജുൻ.